ഒരു അധ്യാപകനും ഒരു അധ്യാപികയും സ്റ്റാഫ് റൂമിൽ ഒരുമിച്ച് കൂടുക ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് സ്വാഭാവികമാണ്. അങ്ങനെ വരുമ്പോൾ അടുത്ത പീരീഡിനുള്ള പ്രിപ്പയർ ചെയ്യുക പോലെയുള്ള നല്ല കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് പരസ്പരം ശൃംഖരിക്കുന്ന തലത്തിലേക്ക് അത് മാറിയാൽ ഭൗതികമായി അതിന് പ്രശ്നമൊന്നുമില്ല. അങ്ങനെയൊക്കെ ആകുമ്പോഴേ ഒരു ജനറലായി മാറുള്ളൂ. അല്ലെങ്കിൽ താലിബാൻ്റെ പേര് വരും. വിദ്യാർത്ഥികൾ തന്നെയും അത്തരം അധ്യാപകർക്ക് മൊല്ലാക്കാന്ന് പേരിട്ട് വിളിക്കും. അനുഭവങ്ങളാണ് ഈ പറയുന്നത്. പക്ഷെ നമ്മുടെ മതത്തെക്കുറിച്ചും നമ്മുടെ ആരാധനകളെക്കുറിച്ചും ജീവിതം ഏത് വിധമാവണം എന്നതിനെക്കുറിച്ചും വ്യക്തിപരമായി നമുക്കൊരു നിഷ്ഠ വേണ്ട. അതില്ലാതാകുമ്പോൾ മതം നമ്മളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി ഉൾക്കൊണ്ട വിധത്തിലേക്ക് ആവില്ല എന്നത് കട്ടായം. അതെന്തിന്റെ പേരിലാണെങ്കിലും കേട്ടോ, ഇതിന്റെ പ്രൊഫഷനാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അങ്ങനെയൊക്കെ തന്നെ ശ്രദ്ധിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകളില്ലേ. എന്നത് പ്രായോഗികമല്ലാന്ന് ഇങ്ങനെ നമ്മൾ പറയുന്നത്. ചില ആളുകൾക്ക് പുതിയ കാലല്ലേ എന്നാ ഇങ്ങനെയൊക്കെ വേണം എന്നുള്ളതാണ്. ആര് പറഞ്ഞു? പുതിയ കാലത്തിന് അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. മനുഷ്യന്റെ ഒന്നാമൻ ആരാണ്? പല വീക്ഷണങ്ങളും കാണാം. എല്ലാ വീക്ഷണങ്ങളെയും അംഗീകരിക്കുന്നില്ല നമ്മൾ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ഒന്നാമത്തെ മനുഷ്യൻ. ഇനി ഏത് വീക്ഷണം പറഞ്ഞാലും മനുഷ്യന്റെ ഒന്നാം കണ്ണി മുതൽ ഈ ആധുനാധുന കാലത്തുള്ള നമ്മളും നമ്മുടെ ശേഷമുള്ളവരും മൊത്തം പരിശോധിച്ചാൽ എല്ലാ മനുഷ്യരുടെയും ആവശ്യങ്ങൾ ഒന്നാണ്.